ഏറ്റുമാനൂർ റെയിൽവേ സ്റ്റേഷനിൽ വഞ്ചിനാട് എക്സ്പ്രസിനും മലബാർ എക്സ്പ്രസിനും സ്റ്റോപ്പ് അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് ജനകീയ സമിതിയുടെ പ്രതിഷേധ സമരം. ജനകീയ വികസന സമിതി സംഘടിപ്പിച്ച പ്രതിഷേധ സംഗമം അതിരമ്പുഴ പഞ്ചായത്ത് പ്രസിഡന്റ് ജോസ് അമ്പലക്കുളം ഉദ്ഘാടനം ചെയ്തു. ഇവിടെ എന്തിനാണ് നമ്മൾ ഇവിടെ സമരം നടത്തുന്നത്? ഇത് കാലാകാലങ്ങളിൽ നമ്മൾ 2 ട്രെയിൻ ഇവിടെ സ്റ്റോപ്പ് അനുവദിക്കണമെന്നും പറഞ്ഞ് മുൻകാലങ്ങളിലെല്ലാം ജനകീയ വികസന സമിതിയുടെ മെമ്മോറാണ്ടം കൊടുത്തിട്ടുണ്ട്. അതുപോലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഇവിടെ മെമ്മോറാണ്ടം കൊടുക്കുകയും ഇവിടെ ധരായിരിക്കുകയും ചെയ്ത ഒരു അവസരം ഞാൻ ഓർക്കുകയാണ്. പക്ഷെ ഇപ്പോഴത്തെ കാലഘട്ടത്തിൻ്റെ മാറ്റങ്ങളനുസരിച്ച് ഇന്നിപ്പോൾ ഇത്രയും വിശാലമായ ഒരു റെയിൽവേ സ്റ്റേഷൻ, കോട്ടയത്തെ കഴിഞ്ഞും ഭയങ്കര വികസന സാധ്യതയുള്ള ഈ റെയിൽവേ സ്റ്റേഷൻ എന്തുകൊണ്ട് ഈ ട്രെയിൻ വഞ്ചിനാടും മലബാർ എക്സ്പ്രസ് എന്തുകൊണ്ട് നിർത്തുന്നില്ല എന്നാണ് നമുക്ക് അറിയേണ്ട കാര്യം. ഇവിടെ ഞാൻ ഓർക്കുന്നുണ്ട്, അതിരമ്പുഴ പഞ്ചായത്ത് കമ്മിറ്റി ഒരു കാലഘട്ടത്തിൽ നമ്മുടെ ഒരു കേന്ദ്രമന്ത്രി ഉണ്ടായിരുന്ന ഒ രാജഗോപാൽ ഇരുന്നപ്പോൾ ഇവിടെ കൊണ്ടുവന്ന് ഞങ്ങൾ മെമ്മോറാണ്ടം കൊടുത്തിട്ടുണ്ട്. ഈ 2 ട്രെയിൻ നിർത്തണം. അന്നേരം റെയിൽവേ മന്ത്രിയും കൂടിയായിരുന്ന ഒ രാജഗോപാലിനെ ഞാൻ ഇന്ന് ഓർക്കുക. അപ്പോൾ എന്തുവായാലും മെമ്മോറാണ്ടം കൊടുക്കുക എന്നുള്ളതെല്ലാം ഒരു നടപടിയും കാണുന്നില്ല. പക്ഷേ നമുക്കിനി ശക്തമായ ഒരു സമരങ്ങൾ ആയിട്ട് മുന്നോട്ട് പോകേണ്ടിയിരിക്കുന്നു. ഇവിടെ നമ്മളെ ഇത്രയും സാധ്യതയുള്ള വികസന സാധ്യതയുള്ള ഒരു റെയിൽവേ സ്റ്റേഷൻ കോട്ടയം റെയിൽവേ സ്റ്റേഷനെ കഴിഞ്ഞ് 10 മടങ്ങ് വികസന സാധ്യതയുള്ളതാണ്. വിശാലമായ പാർക്കിംഗ് ഏരിയ ഉള്ള സ്ഥലം, വിശാലമായ സ്ഥലങ്ങളുള്ള സ്ഥലം, ഇത്രയും ഏരിയ ഉള്ള ഒരു റെയിൽവേ സ്റ്റേഷൻ. പണ്ട് ഗോഡൌൺ ഇവിടെ ഉണ്ടായിരുന്നു, സിമെന്റിന്റെ ഗോഡൌണൊക്കെ ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടെ ഉണ്ടായിരുന്നു, ഞാൻ ഓർക്കുന്നുണ്ട്. വികസന സമിതി പ്രസിഡന്റ് ബി രാജീവ് അധ്യക്ഷനായിരുന്നു. വഞ്ചിനാട് എക്സ്പ്രസ്, മലബാർ എക്സ്പ്രസ് എന്നീ ട്രെയിനുകൾക്ക് ഏറ്റുമാനൂരിൽ സ്റ്റോപ്പ് അനുവദിക്കുന്നതുവരെ സമരപരിപാടിയുമായി മുന്നോട്ടു പോകുമെന്നും സ്റ്റോപ്പ് അനുവദിക്കുന്നില്ലെങ്കിൽ ശക്തമായ സമരപരിപാടികൾ സംഘടിപ്പിക്കുമെന്നും പ്രതിഷേധ സംഗമത്തിൽ പങ്കെടുത്തവർ വ്യക്തമാക്കി. ഒരു സൂചന സമരം മാത്രമാണ്. 1.5 വർഷം മുമ്പ് പല നിവേദനം കൊടുത്തിട്ടും പാലരുവി എക്സ്പ്രസ് എന്ന് പറയുന്നത് നിർത്തുവാൻ തയ്യാറായില്ല. എല്ലാവരും നിർത്താം എന്ന് പറഞ്ഞതല്ലാതെ അത് നിർത്തുന്നതിനുള്ള യാതൊരു നടപടിയും എടുക്കാതെ വന്നപ്പോൾ ശ്രീ അജാസിന്റെ നേതൃത്വത്തിൽ, ശ്രീ ശ്രീജിത്തിന്റെ നേതൃത്വത്തിൽ റെയിൽവേ പാസഞ്ചേഴ്സിനെ കൂട്ടി ഇവിടെ ഒരു ധർണ നടത്തി. ഇതേ അവസരത്തിൽ അന്നും അതിരമ്പുഴ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന സജി തടത്തിലാണ് അത് ഉദ്ഘാടനം ചെയ്തത്. 1.5 മാസം കഴിഞ്ഞപ്പോൾ പാലരുവി നിർത്തി എന്ന ഓർഡർ ആദ്യമായി ലഭിച്ചതും എനിക്ക് തന്നെയാണ്. ഏതായാലും കരയുന്ന കുഞ്ഞിനെ പാലുള്ളൂ. തിരുവനന്തപുരം ഭാഗത്തേക്ക് രാവിലെ പോകുവാൻ ഏറ്റുമാനൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ഒരു ട്രെയിൻ പോലും ഇല്ലാത്തത് ഈ സ്റ്റേഷനെ ആശ്രയിക്കുന്നവർ നേരിടുന്ന വലിയ പ്രതിസന്ധിയാണ്. തിരുവനന്തപുരം ഭാഗത്തേക്ക് ആദ്യ ട്രെയിൻ ഉച്ചകഴിഞ്ഞ് 3:15 പരശുറാം എക്സ്പ്രസ് മാത്രമാണ്. ഏറ്റുമാനൂരിൽ നിന്നും വിവിധ ആവശ്യങ്ങൾക്കായി തിരുവനന്തപുരത്തിന് പോകേണ്ടവർക്ക് കോട്ടയം റെയിൽവേ സ്റ്റേഷനിലെത്തി മാത്രമാണ് യാത്ര ചെയ്യാൻ കഴിയുന്നത്. പ്രതിഷേധ യോഗത്തിൽ ആം ആദ്മി ജില്ലാ പ്രസിഡന്റ് ജോയി ആനിത്തോട്ടം, കേരള കോൺഗ്രസ് ജോസഫ് ഹൈപ്പവർ കമ്മിറ്റി മെമ്പർ അഡ്വക്കേറ്റ് മൈക്കിൾ ജെയിംസ്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഏറ്റുമാനൂർ മണ്ഡലം പ്രസിഡന്റ് ജോയി പൂവന്നിൽക്കുന്നതിൽ, പഞ്ചായത്ത് മെമ്പർ ബിജു വലിയമല, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ജെയിംസ് കുര്യൻ, ആം ആദ്മി പാർട്ടി ഭാരവാഹികളായ അഭിലാഷ് കുര്യൻ, ജോയി ചാക്കോ, പി രാജേഷ്, വ്യാപാരി വ്യവസായി സംഘടനാ നേതാക്കളായ സിറിൽ ജി നരിക്കുഴി, സെബാസ്റ്റ്യൻ വേഗത്താനം, വികസന സമിതി ഭാരവാഹികളായ മോഹൻകുമാർ മംഗലത്ത്, രാജു എമാനുവൽ, PH ഇക്ബാൽ, സ്വാമി ആശാൻ, ചേംബർ ഓഫ് കൊമേഴ്സ് പ്രതിനിധികളായ സഞ്ജീവ് കൺമണി, പാസഞ്ചേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റ് അജാസ് വടക്കേടം, മറ്റം റെസിഡൻസ് അസോസിയേഷൻ പ്രസിഡന്റ് റൈസ ബീഗം തുടങ്ങിയവർ നേതൃത്വം നൽകി.